ഒരു പരാതിയോ പരിഭവങ്ങളോ ഇല്ലാതെ ക്ഷമയോടുകൂടി എൻ്റെ പെങ്ങളും മക്കളും കാത്തിരുന്നു 16 വർഷം. കാത്തിരിക്കാൻ കാരണം ഹനീഫ് ഖാൻ വലിയൊരു ആഗ്രഹമായിരുന്നു. ഹനീഫ് ഖാൻ്റെ സമ്പാദ്യം കൊണ്ട് തന്നെ ചില ലീഗൽ ഇഷ്യൂസ് കാരണം മക്കളൊക്കെ പ്രായത്തിൻ്റെ 18 വയസ്സിൻ്റെ ആ ഒരു ഇഷ്യൂസ് കാരണം കുറച്ച് നീണ്ടുപോയി. പക്ഷെ ഇന്നെല്ലാം കഴിയുന്നത് ഹനീഫ് ഖാൻ്റെ തന്നെ സമ്പാദ്യം കൊണ്ട് ഇവർക്കൊരു വീട് നിർമ്മിക്കാൻ കഴിയുന്നു. അതിൻ്റെ സന്തോഷത്തിലാണ് പെങ്ങൾ. എന്താ പറയാനുള്ളത്? ഉള്ളതിന് വളരെയധികം സന്തോഷം. ഹനീഫ് ഖാൻ ആഗ്രഹിച്ച പോലെ തന്നെ കുറച്ച് സമയമെടുത്ത്, എന്നാലും ഹനീഫ് ഖാൻ്റെ ആഗ്രഹം പോലെ തന്നെ ഞങ്ങൾക്ക് ആ ഒരു വിജയത്തിലേക്ക് വരാൻ പറ്റി. പിന്നെ ഹനീഫ് ഖാൻ ആഗ്രഹിച്ച ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വളരെ സന്തോഷം നിറഞ്ഞ ഒരു വീഡിയോ ആണ്. കാരണം പേരിൻ്റെ മുന്നേ നാടിനെ അടയാളപ്പെടുത്തിയ നടനാണ് നമ്മുടെ കൊച്ചിൻ ഹനീഫ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ മരണശേഷം 16 വർഷം തികഞ്ഞിരിക്കുകയാണ്. ആ 16 വർഷത്തിന് ഇപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ചിരകാല സ്വപ്നമായ ഒരു വീട് എന്ന് പറയുന്ന സ്വപ്നം ഇന്ന് പൂവണിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അവരുടെ പ്രിയ പത്നിയായ ഫാസില എന്ന് പറയുന്ന തലശ്ശേരിക്കാരത്തിയോട് പറഞ്ഞിരുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഒരാളുടെ മുന്നിലും കൈനീട്ടാൻ വേണ്ടി പോകരുത്, അതിനുള്ളത് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു കാര്യം അതേപടി അനുസരിക്കുകയും നമ്മുടെ ഫാസില ചെയ്തു. 2 മക്കളെയും ചേർത്തി പിടിച്ചുകൊണ്ട് കൊച്ചിൻ ഹനീഫ സാറിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായിട്ട് 16 വർഷം, ഒന്നല്ല രണ്ടല്ല 16 വർഷമാണ് ആ സഹോദരി കാത്തു നിന്നത്. എന്നിട്ട് അവരുടെ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ന് 18 വയസ്സ് തികഞ്ഞപ്പോൾ അത് അവർക്ക് വിട്ടുകിട്ടുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ വീടിൻ്റെ പണികളെല്ലാം തീർത്തുകൊണ്ട് ഇന്ന് ആ വീട്ടിലേക്ക് അവർ പോവുകയാണ്. സന്തോഷം നിറഞ്ഞ നിമിഷമെന്ന് മാത്രമേ പറയാനുള്ളൂ. കൊച്ചിൻ ഹനീഫ സാർ പറഞ്ഞിരുന്നു, ഞാനൊരു വീടുണ്ടാക്കുകയാണെങ്കിൽ അത് എൻ്റെ വാപ്പയുടെ പേരിലായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതും മക്കൾ അണുവിട ഇടാതെ അനുസരിച്ചു എന്നുള്ളതാണ്. പിതാവ് AB മുഹമ്മദിൻ്റെ പേരിലാകണം തൻ്റെ വീട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ കൊച്ചിൻ ഹനീഫാസ് AB മൻസിൽ എന്നാണ് ആ വീടിന് ഇന്ന് അവർ പേര് നൽകിയിരിക്കുന്നത്. വെണ്ണലയിലെ അംബേദ്കർ റോഡിലാണ് ആ വീട് നിലനിൽക്കുന്നത്. ചെറിയ വീടല്ല, 5 ബെഡ്റൂമുള്ള 3 നില വീടാണ്. ആ വീടിൽ നമ്മുടെ കൊച്ചിൻ ഹനീഫയുടെ ഓർമ്മകളെല്ലാം തന്നെ പുതഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹത്തിൻ്റെ മൊമൻറ്റോകളാകട്ടെ, അദ്ദേഹത്തിൻ്റെ അംഗീകാരങ്ങളാകട്ടെ, അദ്ദേഹത്തിൻ്റെ ഓർമ്മ ചിത്രങ്ങളാകട്ടെ, അതെല്ലാം തന്നെ ആ വീട്ടിൽ സുരക്ഷിതമായിട്ട് അവർ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും അങ്ങോട്ട് പോയാൽ അത് കാണാൻ വേണ്ടി സാധിക്കും. കൊച്ചിൻ ഹനീഫ സാർ മരിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം, അവരുടെ സ്വന്തം മക്കൾക്ക് 4 വയസ്സാണ് പ്രായം. അത് നിങ്ങൾ ചിന്തിക്കണം. അതിനുശേഷം പിച്ച വെച്ച് അവരുടെ ആ ഒരു സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഫാസില എന്ന് പറയുന്ന തലശ്ശേരിക്കാരത്തി ഒരുപാട് യാതനകൾ അവർ സഹിച്ചിട്ടുണ്ട്. എങ്കിലും ഹനീഫ സാറിൻ്റെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ആ സഹോദരി ഇവിടെ നിന്നിട്ട് സ്വന്തം നാട്ടിലേക്ക് പോകാൻ വേണ്ടി സഹോദരനായ ഫിറോസ് അടക്കം ഒരുപാട് ഈ ഫാസിലയെ നിർബന്ധിച്ചിരുന്നു. അത് മതി, കൊച്ചി വിട്ട് പോരി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരിക്കലും അതിന് ഫാസില ഞാൻ പറഞ്ഞതുപോലെ തയ്യാറായിരുന്നില്ല. ആ പേരിൻ്റെ മുന്നേയുള്ള കൊച്ചിൻ എന്ന് പറയുന്ന ആ ഒരു നാമം ആ മണ്ണിൽ തന്നെ ഉയരണം എന്നുള്ള ആ സഹോദരിയുടെ ഒരു അഭിലാഷം ഇന്ന് സാർവത്രികമായിട്ട് പൂർത്തിയായ ഒരു ദിവസമായിരുന്നു. ഏവർക്കും മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു നടൻ തന്നെയാണ് നമ്മൾ പറയുന്ന ഈ കൊച്ചിൻ ഹനീഫ. അവർക്ക് 2 മക്കളാണ്, ഇരട്ട കുട്ടികളാണ്. കുട്ടികളുടെ പേര് സഫ, മർവ എന്നുള്ള കുട്ടികളാണ്. ഏതായാലും കുട്ടികൾക്ക് ഇപ്പോൾ 20 വയസ്സായി. അതുവരെ തീർച്ചയായിട്ടും അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ജോലി ഉണ്ടാക്കണം എന്നൊക്കെ അദ്ദേഹത്തിന് അഭിലാഷമുണ്ടായിരുന്നു. കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്ന മക്കളാണ്. ഏതായാലും ഇവരെക്കുറിച്ചിട്ടൊക്കെ കൊച്ചിൻ ഹനീഫയുടെ ഭാര്യയ്ക്ക് ഫാസിലൊക്കെ എന്താണ് പറയാനുള്ളത്, നമുക്ക് അതൊന്ന് കേൾക്കാം. ചില ലീഗൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒടുവിൽ ഹനീഫ് ഖാൻ്റെ സമ്പാദ്യം കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ഹനീഫ് ഖാൻ ആഗ്രഹിച്ച പോലെ തന്നെയുള്ളൊരു വീട് നമുക്ക് പണിയാൻ പറ്റി. അത് ഏറ്റവും വലിയ ഹനീഫ് ഖാക്കും അങ്ങനെ ഒരാളൊരു അഭിമാനിയാണ്. ആരെ മുന്നിലും തലകുനിക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ നമ്മൾ 16 വർഷം നമ്മൾ അതിനു വേണ്ടി എന്തോ വെയിറ്റ് ചെയ്ത പോലെ തന്നെ നിന്ന്. അപ്പോൾ സഹോദരി പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. ഞാൻ പറഞ്ഞതുപോലെ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ വളരെ അവരുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞതുപോലെ സൂക്ഷ്മത പുലർത്തുന്ന ഒരാൾ തന്നെയായിരുന്നു ഈ കൊച്ചിൻ ഹനീഫ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ അഭിമാനം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ആരോടും 1 രൂപ പോലും കടം വാങ്ങാൻ അദ്ദേഹത്തിന് മനപ്രയാസമുള്ളൊരു വ്യക്തിയായിരുന്നു. അത് ഇവരോടും പറഞ്ഞിരുന്നു. കാരണം ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ പോലും നിങ്ങൾ ആ സൂക്ഷ്മത ജീവിതത്തിൽ പുലർത്തണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരുടെ മുന്നിൽ പോലും കൈനീട്ടാതെ ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ 1 അല്ല 2 അല്ല 16 വർഷം കാത്തു നിന്നു. ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ കാത്തിരുന്ന് 16 വർഷമാണ്. 2 പെൺകുട്ടികളെയും കൊണ്ടാണ് ആ സഹോദരി വാടക വീട്ടിൽ, കടവന്തറയിലെ വാടക വീട്ടിലാണ് ഈ സഫയും അതുപോലെ തന്നെ മർവ എന്ന് പറയുന്ന 2 കുട്ടികൾ 4 വയസ്സുള്ള സമയത്ത് വാടക വീട്ടിലാണ്. അതിനുശേഷം 16 വർഷങ്ങൾക്കിപ്പുറമാണ് ഇപ്പോൾ പുതിയ വീട് വരുന്നിരിക്കുന്നത്. കൊച്ചിൻ ഹനീഫാസ് AB മൻസിൽ എന്ന് പറയുന്ന ആ വീട്ടിലേക്ക് ആ സഹോദരി സന്തോഷപൂർവ്വം പോവുകയാണ്. ആ സഹോദരി പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. തീർച്ചയായിട്ടും ഇത് തന്നെ ആവണം, ഇങ്ങനെ തന്നെ ആവണം യുവതികൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എനിക്ക് വളരെ അഭിമാനം തോന്നിയാണ്.
കാരണം സിനിമാ ഫീൽഡിലൊക്കെ നമുക്ക് ഇത്തരത്തിൽപ്പെട്ട ഒരുപാട് പേരെ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇത്രയും സൂക്ഷ്മത പുലർത്തുന്ന ജീവിതങ്ങൾ നമുക്ക് വല്ലപ്പോഴും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കൂ. സിനിമാ മേഖലയാണ്, അത് നിങ്ങൾ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമാനം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രശസ്ത നടനായ ദിലീപ് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനൊരു ഇന്നോവയുണ്ടായിരുന്നു. ആ ഇന്നോവ അവരുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെല്ലാം ഓടിയിട്ട് കിട്ടുന്ന പണം കുടുംബത്തിന് കിട്ടിയാൽ ഒരു സ്ഥിരം വരുമാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അതാണ് ദിലീപ് ഏർപ്പാടാക്കി കൊടുത്തത്. അല്ലാതെ സഹായം ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും കൊച്ചിൻ ഹനീഫയുടെ കുടുംബങ്ങൾ വാങ്ങില്ല എന്ന് 100% അറിയാവുന്ന ഒരു നടനായിരുന്നു. ഹൈന്ദവ സഹോദരനായ ദിലീപാണ് ആ കുടുംബത്തെ സഹായിച്ചത്. നിങ്ങൾ ആലോചിക്കണം. ആ ഒരു സഹായം ഇന്നും അദ്ദേഹം തുടരുന്നു. ഈ 16 വർഷങ്ങളാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. 2 മക്കളെയും കൊണ്ട് ആ ഉമ്മ ജീവിച്ച് 16 വർഷങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നോവ കാർ ഉള്ളത് കൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ ലൊക്കേഷനിൽ ഓടിയിട്ട് നല്ല ഒരു സംഖ്യ എല്ലാ മാസവും അവരുടെ വരുമാനത്തിലേക്ക് വന്നു. അതുതന്നെയാണ് അവർക്ക് മാന്യമായിട്ട് ജീവിക്കാനും അതുപോലെ തന്നെ ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും എല്ലാം സാധിച്ചത്. പിന്നെ ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് 2 മക്കളും എന്ത് പഠിക്കണമെന്ന് അദ്ദേഹം ആദ്യമേ തീരുമാനിച്ച് കുട്ടികളോട് പറഞ്ഞിരുന്നു. ഒരാൾ CA പഠിക്കണമെന്നും രണ്ടാമത്തെ ആൾ CS പഠിക്കണമെന്നുമായിരുന്നു കൊച്ചിൻ ഹനീഫയുടെ ആഗ്രഹം. അതും അവരുടെ പ്രിയ പത്നിയായ ഫാസില എന്ന് പറയുന്ന തലശ്ശേരിക്കാരത്തി തെറ്റിച്ചില്ല. ആ മക്കൾ പറയുന്നുണ്ട് ഞങ്ങൾ എന്താണ് പഠിക്കുന്നത്, നമുക്ക് കേൾക്കാം. ഇപ്പോൾ CA തന്നെ പഠിക്കുന്നത്. ഞാൻ CS. ഡ്രീം ഇങ്ങനെ നല്ല രീതിയിൽ ഉമ്മാനെയും എല്ലാം നല്ല രീതിയിൽ തന്നെ നോക്കാനും അതൊക്കെ തന്നെ. അപ്പോൾ ആ കുട്ടികൾ ഇളയ സംസാരത്തിൽ പറയുന്ന നിങ്ങൾ കേട്ട് കാണും. ഉമ്മയെ നന്നായിട്ട് നോക്കണമെന്നാണ് ആ മക്കളുടെ ആഗ്രഹം. വലിയ സ്വപ്നങ്ങളൊന്നും ആ കുട്ടികൾക്കില്ല. കാരണം കുട്ടികൾ ജനിച്ച് വലുതായി കാണുന്നത് ഉമ്മയാണ്. ഉപ്പയെ കണ്ടിട്ടില്ല. 4 വയസ്സുള്ള സമയത്ത് തന്നെ ഉപ്പ മരിച്ചതാണ്. ഏതായാലും നല്ല കുട്ടികളായിട്ട് വളരാനും അതുപോലെ തന്നെ വിദ്യാഭ്യാസം നേടിയിട്ട് ആ കുടുംബത്തിൽ നല്ലോണം നോക്കാനെല്ലാം സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ദിലീപിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ ഒരു സഹായം, അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിമാന പ്രശ്നമെല്ലാം നമ്മുടെ ഫാസിലയുടെ സഹോദരൻ ഫിറോസ് പറയുന്നുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം സഹായിച്ചത് എന്നൊക്കെ നമുക്കതുകൂടി കേൾക്കാം. ദിലീപിനെ അറിയായിരുന്നു ഹനീഫ് ഖാൻ്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് തന്നെ ഇവരെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന മറ്റൊരു രീതിയിലായിരുന്നു. ഹനീഫ് ഖാൻ്റെ ഇന്നോവ കാറ് എൻ്റെ സെറ്റുകളിൽ ഓടാൻ വേണ്ടി അനുവദിക്കണം. ഇതിലൂടെ ദിലീപ് മനസ്സിലാക്കുന്നത് ഇവർക്കൊരു സ്ഥിര വരുമാനം, പ്രതിമാസം ഒരു വരുമാനം ഉണ്ടാക്കിക്കൊടുക്കുക. അതോടൊപ്പം തന്നെ ഹനീഫ് ഖാൻ്റെ ഒരു സമീപനം അവിടെയൊക്കെ ഉണ്ടാകുന്നൊരു ഫീലാണ്. ഇത് 1-2 മാസമല്ല, 16 വർഷമാണ്. കാരണം വെണ്ണലയിലെ ഈ വീട് സന്തോഷ തിമർപ്പിലാണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഫാസിലയുടെ സഹോദരൻ പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും. ദിലീപ് ഈ 16 വർഷവും ആ കുടുംബത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ഈ സന്തോഷ നിമിഷത്തിൽ അവർ ആ ദിലീപിനെയും സ്മരിക്കുന്നുണ്ട്. ഏതായാലും ഇതെല്ലാം എല്ലാവർക്കും ഒരു പാഠമാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട സമ്പാദ്യങ്ങളെല്ലാം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ചില നിയമപ്രശ്നങ്ങൾ കാരണം കുട്ടികൾക്ക് 18 വയസ്സായാൽ മാത്രമേ അത് പിൻവലിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നുള്ളൂ. ആ ഒരു ദിവസത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. അതാണ് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും താമസം വന്നത്. അല്ലാതെ ഈ ഒരു ഫീൽഡിൽ അവർ വന്നതുകൊണ്ട് അദ്ദേഹം ഒരു ഡയറക്ടറായിരുന്നു, അദ്ദേഹം ഒരു നടനായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം പണം കളഞ്ഞു കുളിച്ചിട്ടൊന്നുമില്ല, സമ്പാദിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അത് കിട്ടാൻ കാലതാമസം എടുത്തു. അതാണ് ഇത്രയും വൈകിയത് എന്നാണ് അവരുടെ പ്രിയ പത്നിയായ ഫാസില പറയുന്നത്. ഏതായാലും ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം പുലർത്തിയ ആ സൂക്ഷ്മത, അദ്ദേഹത്തിൻ്റെ ആ സ്നേഹം, അദ്ദേഹം കുടുംബത്തോട് കാണിച്ച ആ ഒരു ഐക്യം, അതെല്ലാമാണ് ഇന്നും ആ സഹോദരിയെ ആ മണ്ണിൽ നിന്നും അവരുടെ നാട്ടിലേക്ക് പോകുന്നതിൽ പോയും തടഞ്ഞത്. അവർ തീർച്ചയായിട്ടും കൊച്ചിയിൽ ഇവിടെ തന്നെ വേണം, അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പമുള്ള കൊച്ചിൻ മാറ്റാൻ ആ സഹോദരി തയ്യാറല്ല. അതുകൊണ്ട് തന്നെ 16 വർഷം നീണ്ട ഒരു കാത്തിരിപ്പ്, ഒരു വീടും ഒരു സ്വപ്നവും പൂവണിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഒരു ആയുഷ്കാലത്തിൻ്റെ ഏകദേശം ഭാഗത്തോളം വരുന്ന ഒരു സമയമാണ് ആ സഹോദരി അതിനുവേണ്ടി കാത്തു നിന്ന് തീർച്ചയായിട്ടും ആ സ്വപ്നം നേടിയെടുത്തത്. ഇത് തന്നെയാണ് പറയുന്നത്, നമ്മൾ എന്തിനു വേണ്ടിയാണോ നമുക്കൊരു നീയത്ത് വേണം, ആ നീയത്ത് നല്ലതാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് പടച്ച തമ്പുരാൻ നമുക്ക് തരികയും അതിനുവേണ്ടി എത്ര സമയം കാത്തിരിക്കാനുള്ള മനസ്സും അതുപോലെ തന്നെ എല്ലാം നമുക്ക് പടച്ച തമ്പുരാൻ തന്നെ തരും. അതുതന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും കൊച്ചിൻ ഹനീഫയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണാൻ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തിനാണ് ഞാൻ വീഡിയോ ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ കാണണം. പല ജീവിതങ്ങൾ നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ സിനിമക്കാരും മോശക്കാരാണ് എന്നുള്ള ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല. ചില നല്ലവരും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അത്തരത്തിൽപ്പെട്ട ചെറിയ ഒരു മനുഷ്യനാണ് നമ്മുടെ കൊച്ചിൻ ഹനീഫ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം നിങ്ങൾ കണ്ടു കാണും. ഒരു ഭാര്യയാണ്, 2 മക്കളാണ്. കുട്ടികളുടെ പേര് സഫ, മർവ എന്നാണ്. ഭാര്യയുടെ പേര് ഫാസില എന്നാണ്. ഏതായാലും അവർ കയറി കിടക്കാൻ ഏതായാലും ഒരു സ്വപ്ന ഭവനം ഇപ്പോൾ ഏതായാലും കൊച്ചിയിൽ ഏതായാലും റെഡിയായി. ഏതായാലും ഇനിയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കുട്ടികളുടെ പഠനമാണ്. ആ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ CAക്കാണ് പഠിക്കുന്നത്, 2 ആൾ CS-നാണ് പഠിക്കുന്നത്. ഏതായാലും പഠിച്ച് ജോലി വാങ്ങി ആ കുട്ടികളുടെ സ്വപ്നം പോലെ തന്നെ ഉമ്മയെ നോക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കാണാൻ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.